ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു പാലപ്പത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുമ്പ് അരിപ്പൊടി കൊണ്ടുള്ളതും ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്നതും റവ കൊണ്ടുണ്ടാക്കുന്നതുമായ പാലപ്പത്തിൻ്റെയും പഞ്ഞിയപ്പത്തിൻ്റെയും റെസിപ്പി ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. റാഗി കൊണ്ട് പഞ്ഞിയപ്പം അല്ലെങ്കിൽ പാലപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് റാഗി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 3-4 മണിക്കൂർ നന്നായി കുതിർന്ന് കിട്ടുന്ന സമയത്ത് റാഗി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം മിക്സിഡ് ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി റാഗി പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റാഗി മുഴുവനായിട്ടുള്ളത് സോക്ക് ചെയ്തെടുത്തിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അവിലാണ്. വെളുത്ത അവിലോ ചുവന്ന അവിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടി ചെറു ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 3-4 മിനിറ്റ് നന്നായി അടിച്ചെടുക്കുമ്പോഴേക്കും നന്നായി അരഞ്ഞു കിട്ടും. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തവി കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി പറയുകയാണെങ്കിൽ 1.5 മുതൽ 1.25 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരളവിൽ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഏകദേശം 15 അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. 1/2 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടു തുടങ്ങാം. ഈ മാവ് കൊണ്ട് പാലപ്പവും അതുപോലെ പഞ്ഞിയപ്പവും റെഡിയാക്കി എടുക്കാം. ആദ്യം പാലപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി വെള്ളയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കാം. എന്നിട്ട് 1/4 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇതുപോലെ നന്നായി ചുറ്റിച്ചെടുത്ത ശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. 1-2 മിനിറ്റ് കവർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ റാഗി കൊണ്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ 1-2 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അരികൊക്കെ മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് പഞ്ഞിയപ്പമാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ പരന്നത് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്കാക്കാം. എന്നിട്ടിതുപോലെ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ റെഡിയായി കിട്ടുന്നത്. റാഗി കൊണ്ടുണ്ടാക്കിയ ഈ പഞ്ഞിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇനി റാഗിയുടെ പൗഡർ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് രാവിലെ എഴുന്നേറ്റ് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ചുട്ടെടുക്കാം. കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. തലേ ദിവസം രാത്രി തന്നെ മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.